കർണാടക ബഡ്ജറ്റ് വന്ന് അതൊരു മുസ്ലിം ബഡ്ജറ്റാന്ന് പറയുന്നത് എന്താ? അങ്ങനെയാണ് ഇപ്പോൾ പൊതുവെ പറയപ്പെടുന്നത്. മുസ്ലിം ലീഗ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് വ്യാപകമായ വിമർശനം ഹിന്ദു സംഘടനകളും BJP ഒക്കെ കർണാടകയിൽ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ കർണാടകയിൽ ഈ കോൺഗ്രസ് സർക്കാർ വന്നതിന് ശേഷം അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം പ്രീണനമാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാരെന്ന് പൊതുവിൽ അറിയപ്പെടുന്ന ഒരു സർക്കാരാണ് കർണാടക സർക്കാർ. അത് യാദൃശ്ചികമൊന്നുമില്ല, മനഃപൂർവ്വം തന്നെ കോൺഗ്രസിൻ്റെ പരിപാടിയുടെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ പ്രസംഗം വലിയ വിവാദമായി. കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ കെട്ടുതാലി മുഴുവൻ പിടിച്ചുകൊണ്ട് പോകും, കെട്ടുതാലി വരെ പിടിച്ചുകൊണ്ട് പോകും, രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് നൽകും എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമായി. പ്രധാനമന്ത്രി ജാതി പറയുന്നേ എന്നൊക്കെ പറഞ്ഞു, മതം പറയുന്നേ, വർഗീയത പറയുന്നേ എന്നൊക്കെയായിരുന്നു പ്രചാരണം. പ്രധാനമന്ത്രി മതമല്ല പറഞ്ഞത്, ജാതിയല്ല, വർഗീയതയല്ല പറഞ്ഞത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്, സോണിയാഗാന്ധിയുടെ പാവയായിരുന്ന മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ദേശീയ വികസന സമിതി, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ മീറ്റിങ്ങിൽ പറഞ്ഞത് ഇന്ത്യയിലെ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശി മുസ്ലിമുകളാണ് എന്നാണ്. അപ്പം സമ്പത്ത് മുഴുവൻ പിടിച്ചെടുക്കുക, എല്ലാവരുടെയും സമ്പത്ത് പിടിച്ചെടുക്കുക, നികുതി കൂട്ടുക, പൈതൃക സ്വത്ത് അവസാനിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയുടെ അജണ്ടയുടെ ഭാഗമായിട്ട് അവരുടെ ബുദ്ധികേന്ദ്രമായ സാം പിത്രോദ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിലുള്ള ആളുകളുടെയൊക്കെ സ്വത്ത് പിടിച്ചെടുക്കും. സ്വത്ത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ സ്വത്താണ്, അതല്ലേ? രാജ്യത്തിൻ്റെ സ്വത്തിൻ്റെ ആദ്യത്തെ അവകാശി ആരാണ്? മുസ്ലിങ്ങളാണ്. അപ്പം പിന്നെ അതെല്ലാം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സ്വത്ത് പിടിച്ചെടുത്താൽ അത് ആർക്ക് കൊടുക്കും? അതിൻ്റെ ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കാണ് എന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു ഭരണം വന്നാൽ ചെയ്യാൻ പോകുന്നത് അതായിരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവർക്ക് ഭരണം കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ രക്ഷപ്പെട്ടു പോയി. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ പണി തീർന്നതിനെ ഒരിക്കൽ കൂടി ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ അത് നടന്നില്ല. പക്ഷേ അവർക്ക് അധികാരം കിട്ടിയെടുത്ത് എന്താണ് ചെയ്യുന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് കർണാടക. കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് അധികാരം കിട്ടിയാൽ എന്തൊക്കെ ചെയ്യുമെന്നറിയാൻ കർണാടകയിലേക്ക് നോക്കിയാൽ മതി. ടിപ്പുവിൻ്റെ ജയന്തി ആഘോഷിക്കുന്നു, അല്ലേ? BJP സർക്കാർ എടുത്തു കളഞ്ഞാണ്. എന്നിട്ട് അവർ ചെയ്ത ഏറ്റവും വലിയ ചതി ക്ഷേത്രങ്ങളുടെ വരുമാനത്തിന് നികുതി ഏർപ്പെടുത്തി. ക്ഷേത്രങ്ങളുടെ വരുമാനത്തിന് നികുതി ഏർപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് 150, 300 കോടിയൊക്കെ എടുത്ത് മുസ്ലിങ്ങൾക്ക് അവരുടെ ട്രസ്റ്റുകൾ, അവരുടെ സ്ഥാപനങ്ങൾ, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു. അത് കണ്ടതാണ്, ദേശീയ ചാനലുകൾ റിപ്പോർട്ട് ചെയ്താണ്, നമ്മൾ നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്താണ് അവിടെ നടത്തുന്ന മുസ്ലിം പ്രീണനം. അപ്പോൾ മുസ്ലിമുകൾക്ക് വേണ്ടി മാത്രം ഭരിക്കുക, ഹിന്ദുക്കളെ അടിച്ചമർത്തുക, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്ര വരുമാനത്തിന് നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടെങ്കിൽ അത് കർണാടകയിൽ മാത്രമാണ്. കർണാടകയിൽ ഇപ്പോഴും ഭൂരിപക്ഷം ഹിന്ദുക്കളാണേ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഇരുന്നിട്ട് എല്ലാവരും പറഞ്ഞു, നമ്മളും പറഞ്ഞു കേട്ടോ, DK ശിവകുമാർ ഉപമുഖ്യമന്ത്രി കുംഭമേളയ്ക്ക് പോയി, മകളുമായിട്ട് പോയി, മകളും ഭാര്യയൊക്കെ ആയിട്ട് പോയി, മുങ്ങി നിവർന്നു, ഞാൻ ഹിന്ദുവാണ്, ജനിച്ചത് ഹിന്ദുവാണ്, മരിക്കുന്നു ഹിന്ദുവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആവേശം കൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കൾ ഈ ശിവകുമാറും കൂടി ഇരുന്നിട്ടാണ് ഈ ബജറ്റ് പാസ്സാക്കിയിരിക്കുന്നത്. ഈ ശിവകുമാറും കൂടി ഇരുന്നിട്ടാണ് ക്ഷേത്രങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തിയത്. എന്നിട്ട് ഇവന്മാരിടയ്ക്ക് മാരീച വേഷം കെട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഹിന്ദുക്കളും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുംഭമേളയ്ക്ക് പോവും, അവിടെ മുങ്ങിക്കുളിക്കും, വേണ്ടി വന്നാൽ ഞാൻ ഹിന്ദു ആണെന്ന് പറയും. ശശി തരൂർ പറയുമല്ലോ, ഇടയ്ക്ക് പുള്ളി പറയും ഭാര്യയുടെ സ്വത്തുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഞാൻ ഹിന്ദു അല്ല എന്ന് പറഞ്ഞു. പിന്നീട് വേറെ ഒരു ജഡ്ജിയെ കൊണ്ട് ജഡ്ജിമാരുടെ ബെഞ്ചിൽ കേസെത്തിച്ചിട്ട് അത് എക്സ്പെൻഡ് ചെയ്യിച്ചു, ആ പരാമർശം മാറ്റിച്ചു. എന്നിട്ട് ഞാനൊരു ഹിന്ദുവാണ്, എന്തുകൊണ്ട് ഞാനൊരു ഹിന്ദു, വൈ ഐ ആം എ ഹിന്ദു എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. ഇങ്ങനെയൊക്കെ നാടകം കാണിക്കുക എന്നുള്ള കോൺഗ്രസ്സുകാരുടെ പ്രധാന പരിപാടിയാണ്. ഓർക്കുന്നില്ലേ, പപ്പുമോനും പിങ്കി മോളും ഇടയ്ക്ക് ഈ ശൂലമൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഇവിടെ കാണാറുണ്ടായിരുന്നു. എന്നാൽ രാമക്ഷേത്രത്തിൽ പോയിട്ടില്ല, കുംഭമേളയ്ക്ക് പോയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഒരു ചുവന്ന കുറിയൊക്കെ തൊട്ട് പാഴ്സിയുടെ മകനാണ്, എന്നിട്ട് പാഴ്സി രക്തം സിറിയയിൽ ഓടുന്ന ആൾ ഞാൻ പൂണൂൽധാരിയായ ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞു വരും. പക്ഷേ ഇവരൊക്കെ ഇതൊക്കെ കാണിക്കുന്നത് ഹിന്ദുക്കളെ പറ്റിക്കാനുള്ള നാടകമാണ്. ശിവകുമാർ അവിടെ പോയി കുളിച്ചത് ഹിന്ദുക്കളെ പറ്റിക്കാനുള്ള ഒരു നാടകമായിരുന്നു. കനകപുര എന്ന് പറയുന്ന അയാളുടെ മണ്ഡലം അത് ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്, അവിടെ നിന്ന് ജയിക്കുന്ന MLA ആണ്. എന്തു ആവട്ടെ, ഇപ്പോഴത്തെ ഇപ്പം നോക്കൂ ബജറ്റ്, ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും, കേരളത്തിലും ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ തേനും പാലും ഒഴുക്കാൻ നടക്കുന്ന സർക്കാരാണ് പിണറായി വിജയൻ്റെ സർക്കാർ. പക്ഷെ പിണറായി വിജയൻ്റെ സർക്കാർ പോലും ചെയ്തിട്ടില്ലാത്തൊരു തെണ്ടിത്തരം കർണാടകയിൽ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. നാട്ടിലെ വർക്കുകളിലെ പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്ന വർക്കുകൾ, അതിൻ്റെ 4% സംവരണം ചെയ്തിരിക്കുന്നു മുസ്ലിമുകൾക്ക്. മുമ്പിങ്ങനെ ഒരു നീക്കം വന്നപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും അതേ തുടർന്ന് പിൻവലിക്കുകയും ചെയ്ത പദ്ധതി ഇപ്പോൾ ബജറ്റിൽ നടപ്പാക്കിയിരിക്കുന്നു. ജാതി നോക്കി അല്ലെങ്കിൽ മതം നോക്കി നിർമ്മാണ ജോലികൾ
കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ കെട്ടുകഴിവില്ല. അത്രയ്ക്ക് എത്രമാത്രം മുസ്ലിമുകളുടെ പാദസേവ നടത്താമെന്ന് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് സിദ്ധരാമയ്യ സർക്കാർ. DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയാണേ. നോക്കൂ, ഇനി മുസ്ലിങ്ങൾ കല്യാണം കഴിച്ചാലുണ്ടല്ലോ, കർണാടകയിൽ പോയി മുസ്ലിം ആകാനുള്ള നടപടിയൊക്കെ സ്വീകരിച്ച് മുസ്ലിം ആയാലോ എന്ന് തോന്നിപ്പോകും. 50,000 രൂപ വിവാഹ സഹായം കിട്ടും, ആണിനും പെണ്ണിനും. എന്താണ് ഞാൻ മുസ്ലിം വിവാഹ സമ്മാനം എന്ന് പറഞ്ഞ് മുസ്ലിമുകൾ കല്യാണം കഴിച്ചാൽ 50,000 രൂപ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ഈ സിമ്പിൾ മാരേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കല്യാണം കഴിച്ചാലായിരിക്കും 4 വരെ കഴിക്കാം 2 ലക്ഷം രൂപ കിട്ടും എന്ന് കരുതിയിട്ട് 4 കല്യാണം കഴിച്ചാൽ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. മുസ്ലിമുകൾക്ക് വിവാഹത്തിന് വേണ്ടി വിവാഹ സഹായം അല്ല, വിവാഹ സമ്മാനം എന്ന് പറയാം. സർക്കാർ 50,000 രൂപ കൊടുക്കും. സർക്കാരിൻ്റെ മരാമത്ത് ജോലികളിൽ 4% മുസ്ലിമുകൾക്ക് സംവരണം. ഇനി മാത്രമല്ല, മുസ്ലിമുകൾ നടത്തുന്ന സാംസ്കാരിക പരിപാടികൾക്ക് എന്ന് വെച്ചാൽ ഒപ്പന, ദഫ്മുട്ട് തുടങ്ങിയ കലാപരിപാടികൾക്ക് നടത്തുകയാണ്. അതിന് 50 ലക്ഷം രൂപ വരെ ധനസഹായം കിട്ടും. ഇനി മുസ്ലിം മേഖലകളിൽ, മുസ്ലിമുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ പ്രത്യേക ITI കോളേജുകൾ ആരംഭിക്കാൻ പോകണം. മുസ്ലിമുകൾക്ക് വേണ്ടി ITI, കൈത്തൊഴിലൊക്കെ പഠിക്കാൻ വേണ്ടി, സ്കിൽഡ് വർക്കേഴ്സ്. ഇനി ഏറ്റവും രസകരമായ, നമ്മുടെ ഇവിടെ KER ഉണ്ട്, കേരള എഡ്യൂക്കേഷൻ ആക്ട് റൂളൊക്കെ ഉണ്ട്. കേരള വിദ്യാഭ്യാസ നിയമം എന്ന് പറയുന്ന പോലെ കർണാടകയിലെ വിദ്യാഭ്യാസ നിയമപ്രകാരം മുസ്ലിം വിദ്യാർത്ഥികൾ എവിടെ പഠിച്ചാലും ഇനി ഫീസിൻ്റെ പകുതി കൊടുത്താൽ മതി. ആ സംസ്ഥാനത്ത് എവിടെ പഠിച്ചാലും മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഫീസ് സ്കൂളിലാവട്ടെ, കോളേജിലാവട്ടെ, ഏതിനുമാവട്ടെ, ഇനി MBBSനും അങ്ങനെ ആയിരിക്കാം, എവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഫീസ് 50% മതി. ഇനി തീർന്നില്ല, ഉള്ളാൾ ടൗൺ എന്ന് പറയുന്ന ഒരു ടൗണിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് റെസിഡൻഷ്യൽ കോളേജ് ഉണ്ടാക്കുമ്പോൾ അവർക്ക് താമസിച്ച് അവിടെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസിഡൻഷ്യൽ കോളേജ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി ദേശീയ നാഷണൽ ഇൻ്റർനാഷണൽ സ്കോളർഷിപ്പുകളുണ്ട്. അതായത് നമ്മുടെ പ്രശസ്തമായ IIT പോലെയുള്ള സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പോകുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ കൊടുക്കും. ആ സ്കോളർഷിപ്പുകളുടെ തുക ഇരട്ടിയാകും. ഇനിയാണ് ഏറ്റവും രസം. ബാംഗ്ലൂർ ടൗണിൽ ഒരു ഹജ്ജ് ഭവനുണ്ട്. ഹജ്ജിന് പോകുന്ന ആളുകൾ വന്നാൽ അവർ താമസിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഹജ്ജ് ഭവൻ്റെ പരിസരത്ത് കൂടുതൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കാം, കൂടുതൽ സൗകര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മുസ്ലിം പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധത്തിനുള്ള വിദ്യകൾ പഠിപ്പിക്കും. കരാട്ടെ, കുങ്ഫു, കളരിപ്പയറ്റ് ഒക്കെ പഠിപ്പിക്കും. അതിനുവേണ്ടി ധനസഹായം. ഇനി 100 കോടി രൂപ ഉറുദു പഠിപ്പിക്കുന്ന സ്കൂളുകൾക്ക് കൊടുക്കും. അപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തമിഴ്നാട്ടിലെ പോലെ കർണാടകക്കാരനും കന്നഡ മതി എന്ന് പറഞ്ഞ് വാദം നടത്തുന്നുണ്ട്. കന്നഡ മതി, കന്നഡയാണ് പ്രധാനം എന്ന് വാദം നടത്തുന്ന, ഹിന്ദി പറ്റത്തില്ല, ഇംഗ്ലീഷ് പറ്റത്തില്ല, ബോർഡ് പോലും കന്നഡയിൽ എഴുതണം എന്ന് പറയുന്ന കർണാടകത്തിൽ ഉറുദു പ്രോത്സാഹിപ്പിക്കാൻ പോവാം. അതിൻ്റെ ഉറുദുവിന് എന്താ പ്രത്യേകത? ഉറുദു മുസ്ലിങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ്. അപ്പോൾ കന്നഡയുടെ കൂടെ ഉറുദു ആവാം, ഹിന്ദി പറ്റത്തില്ല. കാരണം ഹിന്ദി ഹിന്ദുക്കളുടെയാണല്ലോ. അതാണല്ലോ എല്ലാവരുടെയും ഒരു ചൊറിച്ചല്. ഹിന്ദി ഹിന്ദി ഹിന്ദുക്കളുടെയാണ്, അതുകൊണ്ട് ഹിന്ദി പറ്റത്തില്ല. പകരം ഉറുദുവിന് വേണ്ടിയിട്ട് 100 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം, കാരണം അത് ഓർക്കുമ്പോൾ ഞാൻ ഷമാ മോദിനെ ഓർക്കും. ഷമാ മോദാണല്ലോ പറഞ്ഞ് ശാസ്ത്രമുണ്ടായത് ഇസ്ലാമിലാണ്. കാരണം ഇന്ന് പരന്ന ഭൂമിയിൽ നിന്നാണ് പറയുന്നത്. പരന്ന ഭൂമി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഖുറാനിൽ ഇപ്പോഴും പറയുന്ന ഭൂമി പരന്നതാണെന്ന്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അല്ല, പ്രവാചകനായ നബി ബറാക്ക് എന്ന് പറയുന്ന സംഗതി ഒരു കുതിരയുടെ ഉടലും മനുഷ്യൻ്റെ തലയുമുള്ള ഒരു ജീവിയാണ്. അതിൽ കയറിയിട്ടാണ് സ്പേസിലേക്ക് പോയി ചന്ദ്രനെ 2ആയിട്ട് വെട്ടിപ്പിളർത്തി. അപ്പോൾ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി പ്രവാചകനാണ് വിശ്വാസപ്രകാരം. ശാസ്ത്രീയമാണ്, ഇതെല്ലാം ഭയങ്കര ശാസ്ത്രീയമാണ്. ഗണിതശാസ്ത്രം കണ്ടുപിടിച്ചത് നബിയാണെന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ ഒരാൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് ശരിയാണ്. നേരത്തെയൊക്കെ പണ്ട് ഈ നബിയല്ല, ഇസ്ലാം മതത്തിൽപ്പെട്ട ആരുള്ളത്, അത് തെറ്റാണ്. നബി എന്ന് പറയാം, ഗണിതശാസ്ത്രം കണ്ടുപിടിച്ച് ഇസ്ലാം മതത്തിൽപ്പെട്ട ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു അത് ശരിയാണ്, നേരത്തെ 69, 70, 71, പിന്നെ 73 ആയിരുന്നു. 72 കണ്ടുപിടിച്ചത് ഇസ്ലാമിലെ ഗണിതശാസ്ത്രജ്ഞന്മാരായിരിക്കും. 72 ഹൂറിമാരെ മറിച്ച് തന്നാൽ അതിന് മുമ്പ് 72 പറയൂലായിരുന്നു. അതായിരിക്കും. അപ്പം നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകളെയൊക്കെ കബളിപ്പിക്കാൻ, ഇപ്പം ഗണപതി മിത്താണെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയത, സയൻറ്റിഫിക് ടമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇസ്ലാമിലെല്ലാം സയൻറ്റിഫിക് ടമ്പറാണ്. ഹിന്ദു മതത്തിലെ മുഴുവൻ സയൻറ്റിഫിക് ടമ്പറല്ല, അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഭൂമി പരന്നതാണെന്നും അല്ലെങ്കിൽ ഇസ്ലാമി പറയുന്നതൊക്കെ ശാസ്ത്രമാണെന്ന് ക്ഷമ പറയുന്ന പോലെയുള്ള ശാസ്ത്രാവബോധം
കുട്ടികൾക്ക് മദ്രസകളിൽ പകർന്നു കൊടുക്കുന്ന മഹാന്മാരായ ഗുരുക്കന്മാരുണ്ടല്ലോ, അവരുടെ ഓണറേറിയം 6000 രൂപ വെച്ച് കൂട്ടാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്നതിനേക്കാളും 6000 രൂപ കൂട്ടി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ബജറ്റ് മൊത്തത്തിൽ കർണാടക ബജറ്റിലെ ഹൈലൈറ്റ്സ് ആണ്. അപ്പോൾ നോക്കൂ, ഇത് ആർക്ക് വേണ്ടിയുള്ള ബജറ്റാണ്? കർണാടകയിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടൊന്നുമില്ലേ, കർണാടകയിലെ ക്രിസ്ത്യാനിക്ക് വേണ്ടിയൊന്നുമില്ല. ഈ ബജറ്റിൽ അനുവദിക്കുന്ന കാശെന്ന് പറഞ്ഞാൽ ആരുടെ കാശാ? നാട്ടിലെ എല്ലാവരുടെയും നികുതി പണമാണ് അല്ലേ. നാട്ടിൽ കർണാടകയിൽ ഇപ്പോഴും ജനസംഖ്യയിൽ 70% ഹിന്ദുക്കളാണ്. 70% ഹിന്ദുക്കളുടെ പൈസ എടുത്തിട്ടാണ്. ഇതുകൂടാതെ 1000 കോടി ന്യൂനപക്ഷ വികസനത്തിനും മാറ്റിവെച്ചിട്ടുണ്ട്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ആരാണ്? അതും ഇത് തന്നെയാണ്. അപ്പോൾ ഈ പണം മുഴുവൻ കൊടുക്കുന്നത് സർക്കാർ ഖജനാവിൽ നിന്ന് എന്ന് പറഞ്ഞാൽ കർണാടകയിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും എല്ലാം പൈസ എടുത്ത് ആർക്ക് കൊടുക്കുകയാണ്? മുസ്ലിമുകൾക്ക് കൊടുക്കുകയാണ്. കർണാടകയുടെ അവസ്ഥ നോക്കണേ. കർണാടകയുടെ കടം എത്രയാണെന്നറിയോ? സംസ്ഥാന സർക്കാരിൻ്റെ കടം 3.92 ലക്ഷം കോടിയാണ്. 3,92 ലക്ഷം കോടി രൂപയാണ് കർണാടകയുടെ കടം. അങ്ങനെ കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സർക്കാരാണ് ഇങ്ങനെ മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി, മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി നഗ്നമായി ഇത്രയും വലിയ പ്രീണനം നടത്തുന്നത്. ഇന്ത്യ മുഴുവൻ കോൺഗ്രസിന് ഭരണം കിട്ടിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ആലോചിക്കാൻ പറ്റുന്ന ഒന്നാന്തരം ഉദാഹരണമാണ് കർണാടക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.